കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കൂടുതൽ CPM നേതാക്കളെ ചോദ്യം ചെയ്യും. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ അനൂപ് ഡേവിഡ് കാട ഇഡിക്ക് സമൻസ് നൽകി. അനൂപ് ഡേവിഡ് കാടയും മധു അമ്പലപുരവും നാളെ ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ, എപ്പോഴാകും ഈ ചോദ്യം ചെയ്യൽ ഉണ്ടാകുക? രാജു, നാളെ രാവിലെ 10:30 കൊച്ചി ED ഓഫീസിൽ ഹാജരാകാനുള്ള ഒരു സമൻസാണ് അനൂപ് ഡേവിസ് കാടയ്ക്കും തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറായ അനൂപ് ഡേവിസ് കാടയ്ക്കും ഒപ്പം തന്നെ വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലറായ മധു അമ്പലപുരത്തിനും നൽകിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടാം ഘട്ട അന്വേഷണത്തിൽ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ നിരവധി തവണ ചോദ്യം ചെയ്ത നേതാക്കളെ ഒരിക്കൽ കൂടി അന്വേഷണ സംഘം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് ചോദ്യം ചെയ്യുന്നത്. നേരത്തെ കേസിലെ മുഖ്യ കണ്ണിയായിട്ടുള്ള അറസ്റ്റിലായിട്ടുള്ള P സതീഷ് കുമാർ എന്ന വിളപ്പായ സതീഷുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഒപ്പം തന്നെ വിളപ്പായ സതീഷിന് വഴിവിട്ട് നടത്തിയിട്ടുള്ള ചില സഹായങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടായിരുന്നു നേരത്തെ തന്നെ ഇവരെ പലവട്ടം ചോദ്യം ചെയ്തത്. SE മൊയ്തീനുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു നേതാവ് കൂടിയാണ് അനൂപ് ഡേവിസ് കാട. മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് തന്നെ വിളിക്കാവുന്ന ആ നേതാവ്. ആ നേതാവിലേക്ക് തന്നെ വീണ്ടും അന്വേഷണം എത്തുന്നു. അനൂപ് ഡേവിസ് കാടയിലേക്ക് നിരവധി തവണ കൊച്ചി ഓഫീസിൽ ഒക്ടോബർ മാസത്തിലടക്കം നിരവധി തവണ കഴിഞ്ഞ വർഷം വിളിച്ചു വരുത്തിയിരുന്നു. സമൻസ് അനുസരിച്ച് മൊഴി രേഖപ്പെടുത്തി പ്രധാനപ്പെട്ട രേഖകൾ പലതും ആവശ്യപ്പെടുകയും എല്ലാം ചെയ്തിരുന്നു. അതിനുശേഷമാണ് രണ്ടാം ഘട്ട അന്വേഷണത്തിൽ ഒരിക്കൽ കൂടി ഈ നേതാക്കളിൽ നിന്ന് പ്രധാനമായും വിവരങ്ങൾ ശേഖരിക്കുന്നത്. നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടാം ഘട്ട അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് SE മൊയ്തീൻ, MK കണ്ണൻ തുടങ്ങിയ നേതാക്കളിലൂടെ ഉന്നതങ്ങളിലേക്ക് നീങ്ങുന്ന അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. കാരണം SE മൊയ്തീൻ ആണെങ്കിലും MK കണ്ണൻ ആണെങ്കിലും ഇനി അറസ്റ്റിലാകാനുള്ള ആളുകൾ അല്ലെങ്കിൽ ഇനി പിടിക്കപ്പെടാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർ ചെറു മീനുകൾ മാത്രമാണ്. വലിയ വൻ സ്രാവുകൾ ഇപ്പോഴും വലയ്ക്ക് പുറത്താണ്, അന്വേഷണ സംഘത്തിന്റെ വലയ്ക്കും പുറത്താണ്. അവരിലേക്ക് എത്തുന്ന അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. നിരവധി ആളുകൾ അനധികൃതമായി തന്നെ ലോണുകൾ പാസ്സാക്കുന്നതിന് വേണ്ടി കരുവന്നൂർ ബാങ്കിൽ ഇടപെട്ടിട്ടുണ്ട്. പലർക്കും വേണ്ടി നിരവധി ആളുകൾ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ നടത്തിയ ആളുകളിലും ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ ആളുകളിലും എല്ലാം തന്നെ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഒരിക്കൽ കൂടി അനൂപ് ഡേവിസ് കാടയ്ക്കും ഒപ്പം തന്നെ മധു അമ്പലപുരത്തിനും നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിദേശ യാത്രകൾ അടക്കം ഒരുമിച്ച് മധു അമ്പലപുരം നടത്തി എന്നത് സംബന്ധിച്ച് ചില വിവരങ്ങൾ അന്വേഷണ സംഘം നേരത്തെ പുറത്തുവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വിദേശത്ത് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങൾ, കരുവന്നൂർ സാമ്പത്തിക തട്ടിപ്പിൽ കൂടെ പണം സമ്പാദിച്ച ശേഷം വിദേശങ്ങളിൽ അടക്കം നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങൾ, ഫെമ ലംഘനം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാനമായും അന്വേഷണം നടക്കും. ഒപ്പം തന്നെയാണ് ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ പ്രതികളുമായി ബന്ധപ്പെട്ട് അവരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. അവരിൽ പലരും ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. PR അരവിന്ദാക്ഷൻ അടക്കമുള്ള ആളുകൾ റിമാൻഡിൽ തുടരുന്നു. അവർ നേരത്തെ നൽകിയ മൊഴികളിലും ഈ ചില ആളുകളെ കുറിച്ച് പരാമർശിച്ചിരുന്നു. അത്തരം ആളുകളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഒരിക്കൽ കൂടി ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അന്വേഷണം രണ്ടാം ഘട്ടം ശക്തമാകുന്നു എന്ന സൂചന നൽകി തന്നെയാണ് അനൂപ് ഡേവിസ് കാടയെയും മധു അമ്പലപുരത്തെയും ED നാളെ കൊച്ചി ഓഫീസിൽ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നടപടികൾ കൂടുതൽ ശക്തമാക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൂടുതൽ CPM നേതാക്കളെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നു. നാളെ മുതൽ ആ ചോദ്യം ചെയ്യലുകൾ തുടങ്ങുമെന്നാണ് കൊച്ചിയിൽ നിന്ന് ജിജീഷ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്.